ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ തുണികളൊക്കെയാണ് വേണമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളിവിടെ ഷോളിൻ്റെ ആ ഒരു ലെങ്താണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് തലയിൽ തട്ടമൊക്കെ ഇടേണ്ടവർക്കാണെങ്കിലും ഒരു 2.25 മീറ്ററാണ് നമ്മുടെ ഷാളിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഷോളിൻ്റെ മെറ്റീരിയലായിട്ട് വരുന്നതാണ്. ഇത് നമുക്കൊരു കസ്റ്റമർ നമ്മളോട് ആ ഒരു മെറ്റീരിയലിൻ്റെ അളവൊക്കെ ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണിത്. അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ ഷോളാണ് 2.25 മീറ്ററാണ്. ഏകദേശം ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തവർക്കും ഹൈറ്റ് ഉള്ളവർക്കും ഒക്കെ 2.25 മീറ്റർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഷാള് ചെയ്യാൻ പറ്റുമേ. അതിന് നമ്മൾ സാധാ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണെങ്കിൽ എടുക്കുന്നെങ്കിൽ തന്നെ ആ ഒരു അളവ് മതിയാവും നമുക്കൊരു അത്യാവശ്യം ലെങ്തുള്ള ഷോള് കിട്ടാൻ. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് പോലെ വരുന്ന ആ ഒരു റണ്ണിങ് മെറ്റീരിയലിൽ നിന്നാണ് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു 1.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ്. അധികം ലെങ്ത് വേണ്ടാത്തവർക്കാണെങ്കിൽ 1.5 മീറ്ററൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു സ്ലീവും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ പോർഷനും ഒക്കെ കിട്ടും. ഇതിപ്പം നമുക്ക് ആ ഒരു അത്യാവശ്യം 47-48 ഇഞ്ചൊക്കെ വരുന്ന ഒരു ലെങ്ത് വേണം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു 1.25 മീറ്റർ നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 3/4 സ്ലീവാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതും കൂടി കണക്കാക്കിയാണ് നമ്മൾ ഇതിനൊരു 1.25 മീറ്റർ എടുത്തിട്ടുള്ളത്. ഇനി സൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിന് അല്പം വ്യത്യാസങ്ങൾ വരും. നമ്മൾ എടുക്കേണ്ട ഫാബ്രിക്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണമേ. അപ്പോൾ അതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവിനായിട്ട് എടുക്കുന്നത്. ലെങ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ. ഇനി ബാക്കിൽ എത്ര മീറ്ററാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ആ ഒരു ഫാബ്രിക് കാണിച്ചിട്ട് പറഞ്ഞു തരാം. ഇത് എങ്ങനെ നോക്കിയാലും നമുക്ക് വർത്തായിരിക്കും. കാരണം നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ സെറ്റ് എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് നല്ലത് ഇങ്ങനെ തയ്ക്കുന്നതായിരിക്കും. അഥവാ ഇനി കുറച്ച് സൈസ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കൊക്കെ ആ ബോഡി പോർട്ടിൽ ഫുള്ളായിട്ട് തന്നെ കിട്ടുകയൊക്കെ ചെയ്യുമേ. അപ്പം അങ്ങനൊരു ഗുണം കൂടി ഇങ്ങനെ തുണി എടുക്കുമ്പോൾ നമുക്കുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ബാക്കിലത്തേക്ക് എടുക്കുന്നത് ആ ഒരു പ്ലെയിൻ മെറ്റീരിയൽ. ഇത് 1 മീറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വീതി വശം ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇങ്ങനെ വരുന്ന ആ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് 47 ഇഞ്ചിൽ കിട്ടുന്നത്. തിരിച്ചിട്ട് നമ്മൾ 1 മീറ്ററിൻ്റെ തിരിച്ചിട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 39 ഇഞ്ച് അത്രയും നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ആ നീളം തികച്ച് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഏപ്പിടേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലിട്ടിട്ടാണ്. ഇതിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ. അഥവാ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു 1.5 മീറ്ററൊക്കെ എടുക്കേണ്ടി വരുവേ. 1.5-1.25 മീറ്ററൊക്കെ എടുക്കേണ്ടി വരും. കാരണം ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് തികയത്തില്ല, നീളം തികയത്തില്ലേ. അപ്പോൾ അത് തികയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി തുണി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു വണ്ണവശവും അതേപോലെ ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ബാക്കിലത്തെ പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അഥവാ കൈക്ക് നമുക്ക് വേണ്ട ഇങ്ങനെ വർക്ക് വേണ്ട എന്ന് ഉണ്ടെങ്കിൽ അതും നമുക്ക് വേണേൽ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ കൊടുക്കാം കൈയുടെ ഭാഗത്തും. അങ്ങനെയും ചെയ്യാവേ. പിന്നെ ഇതാണ് നമ്മൾ ആ ഒരു ബോട്ടമായിട്ട് എടുത്തേക്കുന്നത്. ഇത് ജാം കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 130 രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്താൽ നമ്മൾ ഒരു ഷൈനിങ് ആണ് ആ ഒരു തുണിക്ക്. അപ്പോൾ ഇത് ബോട്ടമായിട്ട് നന്നായിട്ട് പെയറായി പോവേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം ഇതിന് വീതിയും ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു 2 മീറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മീറ്റർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പാരലായിട്ടുള്ള നല്ല ലൂസ് ബോട്ടമൊക്കെ തയ്ക്കാൻ പറ്റും. ചുരുക്ക് പാൻ്റാണെങ്കിൽ മാത്രം കുറച്ചുകൂടി തുണി നമ്മൾ എടുത്താൽ മതി. അതൊരു 2.5 മീറ്ററെങ്കിലും വേണം നല്ല ചുരുക്കോടുകൂടി നല്ലൊരു ചുരുക്ക് പാൻറ്റ് തയ്ക്കണമെങ്കിൽ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ ഒരു ചുരിദാർ ഫുള്ള് തയ്ക്കാനുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും വെട്ടാനെടുത്തപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് അടിപൊളി ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ നമുക്കും. അപ്പോൾ ഈ അളവൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയൊക്കെ എടുത്താൽ മതി. ഏകദേശം ഒരു ലാർജ് വരെയുള്ള ആളുകൾക്ക് കറക്റ്റായിരിക്കുമേ.
അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.